റെസ്റ്റോറൻറ്റുകളുടെ ബ്രാഞ്ചസും അതിനായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെയാണ്. ഇതിനകത്തൊക്കെ കാണാൻ നല്ല സെറ്റപ്പാണ്. പക്ഷെ എനിക്ക് എത്രത്തോളം ഉള്ളിലോട്ടൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് ഒരു ജാപ്പനീസ് വസാബി അല്ലേ വസാബി ജാപ്പനീസ് റെസ്റ്റോറൻ്റാണ്. നമുക്ക് അവിടേക്ക് പോയി നോക്കാം. അപ്പോൾ ഇവിടെ ഒത്തിരി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. എന്തെങ്കിലും സീനറി ഉണ്ട്, വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട്. സെൻറ്ററിലായിട്ടാണ് ഈ ഫൗണ്ടേഷൻ വാട്ടർ. ഇതിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ, ഭയങ്കര സൗണ്ടാണ്. മെയിൻ സെൻറ്ററിലായിട്ടാണ് ഇതിൻ്റെ വാട്ടർ ഫൗണ്ടേഷൻ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. കുറേ റെസ്റ്റോറൻറ്റുകൾ ഉണ്ട് കേട്ടോ. ഞങ്ങൾ കുറേ നടന്നു. അപ്പോൾ നമ്മൾ അന്വേഷിച്ച വസാബി അവിടെ തന്നെയുണ്ട്. നമുക്ക് അവിടേക്ക് വിടേക്കാം. നമുക്ക് ഒത്തിരി കോസ്റ്റ്ലിയാണ്. ഇത് വലിയ വലിയ സ്ഥാപനങ്ങളുടെ ഫ്രണ്ടിൽ ആൾക്കാർ കൂടുതലും ഇവിടെ ഒരു ഫിക്സ് ചെയ്യാറുണ്ട്. കാരണം നല്ലൊരു കൂളിംഗ് ക്ലൈമറ്റ്, ഇവിടെ നല്ല ചൂട് ക്ലൈമറ്റ് ഉണ്ട്. അപ്പോൾ ഒരു കൂളിംഗ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിന് വേണ്ടിയിട്ട് അവർ ഫിക്സ് ചെയ്യുന്നതാണ്. ജാപ്പനീസിന്റെ തനതായ നമ്മളുടെ പെയിന്റിങ്സിന്റെ മുമ്പിലാണെങ്കിൽ കേട്ടോ, ശരിക്കുണ്ടല്ലോ ഇതിന്റെ അകത്തോട്ട് കയറിയപ്പോ ശരിക്കും ജപ്പാനിലെത്തിയ പോലെ തന്നെ തോന്നാറുണ്ട്. അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ആവുമെന്ന് അറിയില്ല. പക്ഷെ ഞങ്ങൾ ഇതിനകത്ത് കയറിയപ്പോ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവരുടെ സർവീസ് നല്ലതാണ്. ഞങ്ങൾ വന്നപ്പോൾ നല്ലൊരു വെൽക്കമൊക്കെയാണ്. പക്ഷെ വീഡിയോ എടുത്തോന്ന് അറിയില്ല. അവര് പെർമിഷൻ തന്നു, നിങ്ങളെ വീഡിയോ എടുത്തോളാൻ പറഞ്ഞു. ഞങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു പ്ലേസും കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ആ ഫുഡൊക്കെ എങ്ങനെ വരുന്നതെന്നൊക്കെ വഴിയെ കാണിച്ചു തരാം. അപ്പൊ ഇതതിന്റെ വാഷ്റൂമാണ് കേട്ടോ. ജാപ്പനീസ് മോഡലിലെ ഒരു പലകകള് ഭയങ്കര റൂഫൊക്കെ കാണിച്ചു തരുന്നത് നല്ല ഭംഗിയായിട്ടാണ് എടുത്തിരിക്കുന്നത്. അത് ഉണങ്ങിയ ചില്ലയിൽ നല്ല വൈറ്റ് ലില്ലിപ്പൂക്കൾ പോലെ നല്ല രസമുണ്ട്. ഇവിടെ കുറെ വാളുകളൊക്കെ അവരുടെ എന്തെങ്കിലും കൾച്ചർ പരമായിട്ട് തനതായ രീതിയിലുള്ള ഇതൊക്കെ ആയിരിക്കും. അപ്പോ നമുക്ക് പറഞ്ഞു വന്നിരിക്കുന്ന ടേബിളിൽ നമ്മൾ വന്നിരിപ്പുണ്ട്. ഇതിന്റെ ഈ ഇതുണ്ട് അവരുടെ തനതായ വാസ്തുശില്പ ഇതൊക്കെയാണ് അവരിവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിനൊക്കെ അവരുടേതായ എന്തെങ്കിലും മീനിങ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കണമെന്നുണ്ട്. പക്ഷെ അവർ നല്ല തിരക്കിലാണ്. അപ്പൊ നമ്മളിത് ഇതുണ്ടോ ഈ ഒരു എന്താ പറയുന്നത് ഈ ഒരു ടാബിലാണ് നമുക്ക് വേണ്ടുന്ന മെനു ഓർഡർ ചെയ്യുന്നത്. ഫസ്റ്റ് ഇംഗ്ലീഷ് അടിക്കല്ലേ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ശരിക്കും വണ്ടർ അടിച്ചിരിക്കുകയാണ് കേട്ടോ. അത് ഇവരിവിടെ ഇവിടെയും വെച്ചിട്ടുണ്ട്, ഇവിടെയും വെച്ചിട്ടുണ്ട്. നമുക്ക് എവിടെ വേണമെങ്കിലും ഓർഡർ ചെയ്യാം. ഞാൻ ഈ ഐറ്റംസ് എല്ലാം കൂടെ കണ്ടിട്ട് എന്തുവാന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ജാപ്പനീസ് ഫുഡാണ്, പക്ഷെ ഭയങ്കര ഡെലീഷ്യസ് ആണ്. അവിടെയെല്ലാം ഫുള്ള് ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങളൊരു ഒഴിഞ്ഞ ഫോൺ നോക്കി എടുത്തിരിക്കുന്നത്. ഇവിടെ എഴുതുന്നുണ്ടാവും സുഷി ആൻഡ് മാക്രോൾസ്, ഗ്രിൽഡ് സൂപ്പ്, ക്രിസ്പി ഫ്രൈഡ് ആൻഡ് സാലഡ്, ഏഷ്യൻ സ്പെഷ്യൽ ഒക്കെ 48 സൗദി റിയാൽ 48-58 കോസ്റ്റ്ലി ആണ് കേട്ടോ. പക്ഷെ വെരി നൈസ്. സ്പൈസി ഹണി ബീഫ് ഷ്രിംപ് ചീസ്. അപ്പോഴേക്ക് ഇവരുടെ സർവീസിങ് ബോയ് വന്നിട്ട് നമുക്ക് പ്ലേറ്റും അതിൻ്റെ നല്ല ഭംഗിയുണ്ട്. ഇവരുടെ സർവീസ് കണ്ടോ. ഇതിൻ്റെ ആവശ്യം ഇവിടെ ഇരുന്ന് തപ്പുന്നുണ്ട്. അപ്പം നമ്മളൊരു സുഷിയാണ്. സുഷി ജാപ്പനീസ് എന്ന് പറയുമ്പോൾ സുഷിയാണല്ലോ അതിൻ്റെ മെയിൻ. അവരുടെ ട്രഡീഷണൽ തനതായ ഒരു ഫുഡ് ഐറ്റമാണ് സുഷി. അപ്പം അതാണ് തോന്നുന്നു ഇതിൻ്റെ ഓർഡർ ചെയ്ത് വെക്കുന്നത്. അതല്ലേ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ ഇതിൻ്റെ അകത്ത് ഓരോ ഫുഡ് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കാലറീസ് ഉൾപ്പെടെ വരുന്നുണ്ട്. എത്ര കാലറി ഉണ്ട് അതിൻ്റെ അകത്ത് അങ്ങനെയൊക്കെ ഡീറ്റെയിൽസ് കാണിച്ചാണ് കണ്ടോ. കാലറി 200. സോറി, ഞങ്ങൾ ഓർത്തത് വെൽക്കം ഡ്രിങ്ക് ആണ് കേട്ടോ. പുള്ളി സിമ്പിളായിട്ട് പറഞ്ഞിട്ട് സോയാ സോസ് ആണെന്ന്. പണിവാളി ടിഷ്യൂ ഒക്കെ ഉണ്ട്.
അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്നാ കേട്ടോ, ഓർഡർ ചെയ്യുമ്പോൾ ഈ ഒരു പാത്ത് വഴിയാണ് ട്രെയിൻ സെറ്റപ്പ്. പറഞ്ഞോളൂ, ഒരു കൺവെയർ ബെൽറ്റ് എന്നാണ് അവർ പറഞ്ഞത്. നമ്മുടെ നാട്ടിലെ ട്രെയിൻ വരുന്ന മാതിരി ഇവിടെ നമ്മുടെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് വരുന്നു. അതൊരു വെറൈറ്റി സ്റ്റൈലാണെന്നാണ് ഇവർ പറയുന്നത്. ഇവിടെ റിയാദില് വേറെ ഇല്ല കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാം. കാരണം ബാക്കിയുള്ളതൊക്കെ ഭയങ്കര ഫ്രഞ്ച്, ഇറ്റാലിയൻ ഒക്കെയാണ് അപ്പുറത്തൊക്കെ ഞങ്ങൾ കണ്ടത് അല്ലേ. അപ്പം നമുക്ക് പറ്റിയത് പിന്നെ തന്നെയല്ല ഒരു ജാപ്പനീസിൽ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓക്കെ, നമ്മളുടെ ട്രെയിൻ വിത്ത് ഫുഡായിട്ട് വരും. നമുക്ക് വെയിറ്റ് ചെയ്യാം, അങ്ങനെ ഉണ്ടോ നോക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം ദേ വന്നു കേട്ടോ. സുഷി വന്നിരിക്കുകയാണ് കേട്ടോ. വെറൈറ്റി സ്പെഷ്യൽ ഐറ്റം. എന്താ സംഭവം? ഇതാണ് സുഷി, അവരുടെ മെയിൻ ഡിഷ്. ഇതിൻ്റെ കോമ്പിനേഷൻ കണ്ടൻറ്റൊക്കെ ചോദിക്കണമെന്നുണ്ട്, പക്ഷെ അവരെല്ലാം ഫുള്ള് ബിസിയാണ്. നമ്മൾ ഫസ്റ്റ് ടൈം അല്ല, അവർ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ലല്ലോ. ജസ്റ്റ് ടേസ്റ്റ് ചെയ്തിട്ട് ഇഷ്ടപ്പെടുന്നതല്ല, പക്ഷെ പുളിയോ എരിവൊന്നുമല്ല. ഒരു ചെറിയ മധുരമുണ്ട്, വെജിറ്റബിൾ ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇതെന്തോ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്, ഫ്രഷ്യസ് ആയിട്ടുള്ള ഫിഷിൻ്റെ എഗ്ഗാണോ എനിക്കറിയില്ല കേട്ടോ. ഉറപ്പില്ലാത്തത് നമ്മൾ പറയാൻ പാടില്ലല്ലോ. ഇതിൻ്റെ അകത്ത് ഫിഷുണ്ട്, എന്തോ സംതിങ് വെറൈറ്റി ഫിഷാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ സംഭവങ്ങൾ. എനിക്കിത് എന്തൊക്കെയാണെന്ന് പറയാറില്ല. ഞാൻ പറഞ്ഞില്ല, ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ ഈ ആംബിയൻസ് കാണിക്കാനാണ് ഇവിടെ കയറിയത് കേട്ടോ. സംഭവം എന്താണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിക്കാതിരിക്കാൻ തോന്നത്തില്ല, കഴിക്കാതിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടേസ്റ്റ് ഒന്നുമല്ല, കഴിക്കാവുന്ന ടേസ്റ്റാണ്. നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്നൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. ഫുഡെല്ലാം ഞങ്ങൾ കഴിച്ചു. വെറുതെ പറയുന്നതല്ല, നല്ല ടേസ്റ്റ്. ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കഴിക്കാൻ പറ്റുമോ എന്ന്. കഴിച്ചു. ശരിക്കും നമ്മൾ എപ്പോഴും വല്ലപ്പോഴെങ്കിലും നമ്മളെ ജാപ്പനീസോ അല്ലെങ്കിൽ ചൈനീസോ ഒക്കെ ടേസ്റ്റ് ചെയ്യണം, എക്സ്പീരിയൻസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. തുടക്കത്തിൽ ഞാൻ ഇതെല്ലാം കണ്ട എക്സൈറ്റ്മെന്റിന്റെ ലൊക്കേഷൻ എന്ന് പറയില്ല. ഇവിടെ റിയാദിലുള്ള ഏരിയയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ GPS സംവിധാനം ഉപയോഗിച്ച് നമ്മൾക്ക് സോൺ അടിച്ചു കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ പുറത്തോട്ട് വിശാലമായ ഏരിയയിൽ ഫുള്ള് റെസ്റ്റോറൻറ്റുകളാണ്. ഞാൻ പറഞ്ഞത് നമ്മുടെ ലോകത്തിലുള്ള പ്രശസ്തമായ റെസ്റ്റോറൻറ്റുകളുടെ മെയിൻ ബ്രാഞ്ചസ് ആണ് ഇതിനകത്ത് മൊത്തം ഉള്ളത്. ഫുള്ള് ഞാൻ പോയിട്ടേ ഇല്ല, കാരണം പോകാൻ പറ്റില്ല, അത്രയും റഷാണ്. ഫാമിലീസാണ് മൊത്തം. അപ്പോൾ നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അപ്പോൾ അങ്ങനെയൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പം എനിക്ക് എടുക്കാൻ പറ്റിയ പോർഷൻസ് ഒക്കെ ഞാൻ കാണിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മൾ മെയിനായിട്ട് ആ ജാപ്പനീസ് റെസ്റ്റോറൻറ്റിലാണ് അവിടെ റഷായിരുന്നു. എന്നാലും കാണിക്കാൻ പറ്റിയ ഭാഗങ്ങളൊക്കെ ഞാൻ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എക്സൈറ്റ്മെൻറ്റിൽ എനിക്ക് കുറേ വിശദീകരിക്കണമെന്നുണ്ടായിരുന്നു. ആ ഫുഡ് കഴിക്കുന്ന രീതിയൊക്കെ ഉണ്ട്, പക്ഷേ ഒരു എക്സൈറ്റ്മെൻറ്റിലിപ്പോൾ ഞാൻ അതൊക്കെ വിട്ടുപോയി. ഓക്കെ, അപ്പോൾ എന്താണേലും ഞങ്ങൾ എൻജോയ് ചെയ്തു.
എന്നെ സംബന്ധിച്ച് നമ്മളുടെ ചുറ്റും കാണുന്ന സന്തോഷങ്ങൾ നമ്മൾ എൻജോയ് ചെയ്യുക, ഞാൻ അത്ര ഉദ്ദേശിച്ചുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം, ശുഭരാത്രി. ബൈ.